സ്വാഗതം. ഇന്ന് നമ്മൾ ജിം മർഫിയുടെ ഇന്നർ എക്സലൻസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഒന്ന് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നുന്ന പലരുണ്ടല്ലോ, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഒരു ശൂന്യത അനുഭവപ്പെടുന്നത്? ഈ ഒരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥ വിജയമെന്നത് പുറമേയുള്ള നേട്ടങ്ങളിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലാണ് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യമിതാണ്: പുറം ലോകത്ത് കൂടുതൽ കഷ്ടപ്പെടുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ മികച്ചതാക്കാം, അതുവഴി എങ്ങനെ അസാധാരണ വിജയം നേടാം. അതെ, നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാന ചോദ്യം അതാണ്. കരിയറിൽ നല്ല നിലയിലെത്തിയ, സാമ്പത്തികമായി വിജയിച്ച ഒരുപാട് പേർ എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷമില്ലാതെ പോകുന്നത്? ഇതിന് പുസ്തകം ഒരു പേര് തന്നെ കൊടുക്കുന്നുണ്ട്: അഫ്ലുവൻസ വൈറസ്. അതായത് ജയിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുമുള്ള ഒരു തരം ഒരു പകർച്ചവ്യാധി പോലെ. നമ്മൾ പലപ്പോഴും ലക്ഷ്യങ്ങളെ പിന്തുടരുമ്പോൾ അറിയാതെ തന്നെ അതിൻ്റെയൊക്കെ അടിമകളായി പോകും. ആ ഒരു കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കുന്നത്. അഫ്ലുവൻസ വൈറസ്, ആ പേര് കേൾക്കാൻ തന്നെ ഒരു കൗതുകമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പുസ്തകത്തിൽ പറയുന്ന മുൻ NFL താരം ജോ എർമാൻ്റെ കഥയുണ്ടല്ലോ, അതാണിതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമെന്ന് തോന്നുന്നു. കളിക്കളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ, ആരാധകർ, പണം, പ്രശസ്തി എല്ലാമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് തോന്നി, ഇതാണോ ജീവിതം, ഇത്രയുള്ളൂ. ഈ ശൂന്യതയല്ലേ ആ വൈറസിന്റെ പ്രധാന ലക്ഷണം? തീർച്ചയായും. കൂടുതൽ നേടാനുള്ള ആഗ്രഹം മാത്രമല്ല, അതിനേക്കാൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേടാനുള്ള ആഗ്രഹം, അതാണ് അഫ്ലുവൻസ് വൈറസ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. പുസ്തകം അതിനെ വിളിക്കുന്നത് സ്വയം എന്ന ഭീകരൻ എന്നാണ്, ദ മോൺസ്റ്റർ ഓഫ് സെൽഫ്. അതായത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള സ്വാഭാവികമായ സ്വാർത്ഥത. നമ്മൾ ലോകത്തെ കാണുന്നത് ഞാൻ എനിക്ക് എന്ന കണ്ണിലൂടെയാണയോ? ഈയൊരു ഭീകരനാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനും ജയത്തെക്കുറിച്ചും തോൽവിയെക്കുറിച്ചുമൊക്കെ ആശങ്കപ്പെടാനും പ്രേരിപ്പിക്കുന്നത്. ഈ സ്വയം എന്ന ഭീകരൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി ഓടുന്നത്, അതായത് അഫ്ലുവൻസ് വൈറസ് പിടിപെടുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ സ്വാർത്ഥതയാണ് പ്രശ്നം. ശരി, അപ്പോൾ ഈ ഭീകരൻ ഒറ്റയ്ക്കല്ല ഈ പണി ചെയ്യുന്നതെന്നും പുസ്തകം പറയുന്നുണ്ടല്ലോ. അവനൊരു ടീം തന്നെയുണ്ടല്ലേ? ട്രിക്സ്റ്റർ, ക്രിറ്റിക്, മങ്കി മൈൻഡ് എന്ന 3 സഹായികൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വില്ലൻ ഗ്യാങ്ങിന്റെ പേര് പോലെ തോന്നുന്നുണ്ട്. ആരാണ് ഇവരൊക്കെ? അതെ, ഒരു വില്ലൻ ഗ്യാങ് തന്നെയാണ്. ആദ്യത്തെയാൾ ട്രിക്സ്റ്റർ, തന്ത്രശാലി. ഇവന്റെ പ്രധാന ജോലി നിങ്ങളുടെ പഴയ തോൽവികൾ എടുത്ത് മുന്നിലിട്ട് പേടിപ്പിക്കലാണ്. അന്ന് നീ തോറ്റില്ലേ, ഇത്തവണയും നീ തോൽക്കും എന്ന് ചെവിയിൽ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസമെന്ന് കളയും. രണ്ടാമത്തെ ആൾ ക്രിറ്റിക്, വിമർശകൻ. ഇവൻ എല്ലാത്തിനെയും നല്ലത്, ചീത്ത എന്ന ലേബൽ ചെയ്യും. നിങ്ങളൊരു ചെറിയ തെറ്റുവരുത്തിയാൽ മതി, നീയൊരു കഴിവുകെട്ടവനാണ് എന്ന് വിധിയെഴുതും. ഇത് നിങ്ങളെ നിരന്തരമായ ഒരു സമ്മർദ്ദത്തിലാക്കും. ഇതിൽ മൂന്നാമത്തെ ആളാണ് എനിക്ക് ഏറ്റവും പരിചയം തോന്നുന്നത്: മങ്കി മൈൻഡ്, ചാഞ്ചാടുന്ന മനസ്സ്. ശരിയാണ്, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന കുഴങ്ങനെ പോലെ, ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് നിർത്താതെ ഓടുന്ന മനസ്സ്. ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കാനിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പണ്ട് നടന്ന എന്തിനെക്കുറിച്ചെങ്കിലും ഓർമ്മ വരുന്നത്. പിന്നെ അതൊരു ചിന്തകളുടെ പ്രവാഹമാണ്. ഇത് എല്ലാവർക്കും ഉള്ളതാണോ? തികച്ചും സാധാരണമാണ്. ഈ 3 സഹായികളും കൂടി ചേരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം തുടങ്ങും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ നെഗറ്റീവ് ശബ്ദങ്ങളിലായിരിക്കും. അതോടെ പുറത്ത് ചെയ്യേണ്ട കാര്യത്തിലുള്ള നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും നഷ്ടപ്പെടും. യഥാർത്ഥ മത്സരം നടക്കുന്നത് പുറത്തല്ല, നമ്മുടെ തലയ്ക്കകത്താണ്. ശരി, അപ്പോ പ്രശ്നം ഇതാണ്: നമ്മുടെ ഉള്ളിലെ ഈ ഭീകരനും അവന്റെ സഹായികളും നമ്മളെ നിയന്ത്രിക്കുന്നു. ഇതിനെ മറികടക്കാൻ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഫലത്തേക്കാൾ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. പക്ഷെ എനിക്കൊരു സംശയം: വിജയം തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത്? ഒരു കായിക താരത്തിന് മെഡൽ കിട്ടിയില്ലെങ്കിൽ അയാൾ പ്രക്രിയ ആസ്വദിച്ചുവെന്ന് പറയുന്നത് ഒരു ആത്മവഞ്ചനയല്ലേ? ഡെഡ്ലൈനുകളും ടാർഗറ്റുകളുമുള്ള ഒരു കോർപ്പറേറ്റ് ജോലിയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? വളരെ നല്ല ചോദ്യമാണ്. പുസ്തകം ഒരിക്കലും ഫലം ആവശ്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ അപകടമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ജയവും തോൽവിയും പോലുള്ള ഫലങ്ങൾ
പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ പ്രക്രിയ, അതായത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം, പരിശീലനം, പഠനം, അതൊക്കെ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ടിബറ്റൻ സന്യാസിമാരുടെ മണ്ഡലത്തിന്റെ കഥയെടുക്കാം. അവർ ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് അതിമനോഹരമായി മണൽ കൊണ്ടൊരു ചിത്രം വരയ്ക്കുന്നു. ഓരോ മണൽത്തരിക്കും അവർ പൂർണ്ണ ശ്രദ്ധ നൽകുന്നു. അവസാനം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അവരത് തൂത്തുവാരി നശിപ്പിക്കും. അതെന്തിനാണ് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രമുണ്ടാക്കുന്ന പ്രക്രിയയിലെ ശ്രദ്ധയും സമർപ്പണവുമാണ് പ്രധാനം, അവസാനം കിട്ടുന്ന ചിത്രമല്ല. ആ പ്രക്രിയയാണ് അവരെ ആന്തരികമായി വളർത്തുന്നത്. ഈ ഇതിഹാസ ബാസ്കറ്റ്ബോൾ പരിശീലകരില്ലേ, ഡീൻ സ്മിത്തും മൈക്ക് ക്രിഷസ്കിയും, അവരും ഇതേ തത്വമാണ് പിന്തുടർന്നത്. അവർ കളിക്കാരോട് പറഞ്ഞത്, ചാമ്പ്യൻഷിപ്പ് നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഈ നിമിഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ 100% ശ്രദ്ധിക്കുക എന്നാണ്. വിജയമെന്നത് നന്നായി ചെയ്യുന്ന പ്രക്രിയയുടെ ഒരു സ്വാഭാവിക ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പറയുന്നത്, ഞാനൊരു വലിയ പ്രസന്റേഷന് തയ്യാറെടുക്കുകയാണെങ്കിൽ എന്റെ ലക്ഷ്യം ആ കക്ഷിയെ നേടുക എന്നതിലുപരി ഏറ്റവും മികച്ച പ്രസന്റേഷൻ തയ്യാറാക്കുക എന്ന പ്രോസസ്സിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടതെന്നാണോ? കാരണം ആ പ്രക്രിയയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരു വ്യക്തി എന്ന നിലയിൽ വളരുന്നുണ്ട്. ആ ഡീൽ കിട്ടിയാലും ഇല്ലെങ്കിലും ആ വളർച്ച എനിക്ക് സ്വന്തമാണ്. എക്സാക്ട്ലി. നിങ്ങൾ ആ പ്രക്രിയയെ സ്നേഹിക്കുമ്പോൾ ഫലം എന്തുതന്നെയായാലും നിങ്ങൾക്കൊരു സംതൃപ്തിയുണ്ടാകും. പരാജയഭീതി കുറയും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ട പലതും നേടിക്കഴിഞ്ഞു. ഈ ഒരു മാനസികാവസ്ഥയിലേക്കെത്താൻ പുസ്തകം 3 അടിസ്ഥാന ശിലകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, ജ്ഞാനം, ധൈര്യം. ഇതിനെ ഗ്രീക്ക് വാക്കായ സോയി അഥവാ ജീവിതത്തിന്റെ സമ്പൂർണത എന്നാണ് വിളിക്കുന്നത്. സ്നേഹം, ജ്ഞാനം, ധൈര്യം. ഇവ എങ്ങനെയാണ് നമ്മളെ പ്രക്രിയയിൽ ശ്രദ്ധിക്കാൻ സഹായിക്കുന്നത്? നമുക്ക് ഓരോന്നായി നോക്കാം. സ്നേഹം എന്ന് പറയുമ്പോൾ അത് പ്രണയമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഇവിടെ സ്നേഹം എന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു അഭിനിവേശത്തെക്കുറിച്ചാണ്. ഹൃദയം കൊണ്ടൊരു കാര്യത്തെ സമീപിക്കുക. ആ സാഹസികനായ ലൂയിസ് ഗോർഡൻ പ്യൂ, അദ്ദേഹം ആർട്ടിക് സമുദ്രത്തിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ 1 കിലോമീറ്റർ നീന്തിയത് ഒരു റെക്കോർഡിനു വേണ്ടി മാത്രമായിരുന്നില്ല, ആഗോളതാപനത്തെക്കുറിച്ച് ലോകത്തിനൊരു സന്ദേശം നൽകാനായിരുന്നു. അത് തന്നേക്കാൾ വലിയൊരു ലക്ഷ്യമായിരുന്നു. ആ വലിയ ലക്ഷ്യത്തോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന് ആ വേദന സഹിക്കാൻ കരുത്ത് നൽകിയത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിങ്ങളെക്കാൾ വലിയൊരു അർത്ഥം നൽകുമ്പോൾ പ്രക്രിയ കൂടുതൽ ആസ്വാദികരമാകും. ഓക്കേ. അടുത്തത് ജ്ഞാനം. ഇത് അറിവാണോ? അറിവിനേക്കാൾ ഉപരി കാഴ്ചപ്പാടാണ് ജ്ഞാനം. ആ വലിയ ചിത്രം കാണാനുള്ള കഴിവ്. പരാജയങ്ങൾ അന്തിമമല്ല, അവ പാഠങ്ങളാണെന്ന് മനസ്സിലാക്കുക. നെൽസൺ മണ്ടേല 27 വർഷം ജയിലിൽ കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ തടവിലിട്ടവരോട് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ആ സഹനത്തിലൂടെ അദ്ദേഹം വലിയൊരു ജ്ഞാനം നേടി. വ്യക്തിപരമായ വേദനകൾക്കപ്പുറം രാജ്യത്തിന്റെ ഭാവിയാണ് വലുതെന്ന വിശാലമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ജ്ഞാനമാണ് പ്രക്രിയയിലെ തിരിച്ചടികളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. മൂന്നാമത്തേത് ധൈര്യം. ഇത് ഭയമില്ലായ്മയാണോ? അല്ല, ഭയത്തെ നേരിടലാണ് ധൈര്യം. ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ ഭയമുണ്ടായിട്ടും പൂർണ്ണമായി ആ നിമിഷത്തിൽ ജീവിക്കാനുള്ള കഴിവ്. ലൂയിസ് പ്യൂവിന് തണുത്തുറഞ്ഞ വെള്ളത്തിൽ മരിക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു. പക്ഷേ ആ ഭയത്തെ മറികടന്ന് ഓരോ തവണ കൈവീശുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 3 മൂല്യങ്ങളും സ്നേഹം, ജ്ഞാനം, ധൈര്യം ചേരുമ്പോഴാണ് നമുക്ക് പ്രക്രിയയിൽ ആഴത്തിൽ മുഴുകാൻ സാധിക്കുന്നത്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. സ്നേഹം, ജ്ഞാനം, ധൈര്യം. പക്ഷേ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഓഫീസിലെ ടെൻഷനും വീട്ടിലെ തിരക്കിനുമിടയിൽ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും? എന്തെങ്കിലും പ്രാക്ടിക്കൽ ടിപ്സ് പുസ്തകത്തിൽ പറയുന്നുണ്ടോ? തീർച്ചയായും. ഇതൊരു ഫിലോസഫി മാത്രമല്ല. പുസ്തകം വളരെ പ്രായോഗികമായ ചില വഴികൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പരിമിതമായ വിശ്വാസങ്ങളെ, അതായത് ലിമിറ്റിംഗ് ബിലീഫ്സിനെ വെല്ലുവിളിക്കുകയും മാറ്റുകയും ചെയ്യുക എന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. സോഫ്റ്റ് ബോൾ കളിക്കാരി കാലിസ്റ്റ ബിയുടെ കഥ ഇതിന് നല്ലൊരു ഉദാഹരണമാണെന്ന് തോന്നുന്നു.
ഒരേ പിച്ചർക്കെതിരെ തുടർച്ചയായി 9 തവണ അവൾ ഔട്ടായി. 10ാമത്തെ തവണ ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവളുടെ മനസ്സിലെന്തായിരിക്കും? ഇത്തവണയും ഞാൻ ഔട്ടാകും. അതൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞു, അല്ലേ? അതെ. എന്നാൽ ആ നിമിഷം അവളൊരു കാര്യം ചെയ്തു. ബാറ്റ് ചെയ്യുന്നതിന് മുൻപ് അവൾ കണ്ണുകളടച്ച് മനസ്സിൽ പറഞ്ഞു, ഞാനൊരു ശക്തനായ ആധിപത്യം സ്ഥാപിക്കുന്ന ഹിറ്ററാണ്. ഇതൊരു അഫർമേഷനാണ്. എന്നിട്ട് പന്ത് ബാറ്റിൽ തട്ടി വിജയകരമായി ഓടുന്നത് മനസ്സിൽ പലതവണ സങ്കൽപ്പിച്ചു. വിഷ്വലൈസേഷൻ. അവൾ തന്റെ ഉള്ളിലെ വിശ്വാസത്തെ ബോധപൂർവം മാറ്റി. അതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. ആ കളിയിൽ അവൾ വിജയകരമായ ഒരു ഷോട്ട് അടിച്ചു. അവളുടെ ടീം കപ്പ് നേടുകയും ചെയ്തു. തുടർച്ചയായ 9 പരാജയങ്ങൾ ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ അത് അവളുടെ ഭാവിയെ നിർണയിക്കേണ്ടതില്ലെന്ന് അവൾ തെളിയിച്ചു. നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റാൻ സാധിക്കുന്ന ശീലങ്ങൾ മാത്രമാണ്. ഇത് വളരെ ശക്തമായ ഒരാശയമാണ്. മറ്റൊന്ന്, മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ്. പുസ്തകത്തിൽ പറയുന്ന ഗെറ്റിംഗ് സെന്റേർഡ് എന്ന വ്യായാമം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമ്മുടെ മങ്കി മൈൻഡ് ഓടിത്തുടങ്ങുമ്പോൾ നമ്മൾ ആ നിമിഷത്തിൽ നിന്ന് അകന്നു പോകും. തിരികെ വരാനുള്ള ഒരു എളുപ്പവഴിയാണ് ഗെറ്റിംഗ് സെന്റേർഡ്. ശാന്തമായി ഒരിടത്തിരിക്കുക, കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സിൽ പറയുക ഐ ആം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പറയുക ഫുള്ളി പ്രസന്റ്. ഇത് 1 മിനിറ്റ് ആവർത്തിച്ചാൽ മതി. നിങ്ങളുടെ ചിന്തകളുടെ വേഗത കുറഞ്ഞ് മനസ്സ് ശാന്തമായി ആ നിമിഷത്തിലേക്ക് തിരികെ വരുന്നത് കാണാം. ഇതൊരു മീറ്റിംഗിന് മുൻപോ അല്ലെങ്കിൽ ടെൻഷനുള്ള ഏതൊരു സാഹചര്യത്തിലും ചെയ്യാവുന്ന ലളിതമായൊരു കാര്യമാണ്. ശരി. അപ്പോൾ വിശ്വാസങ്ങളെ മാറ്റുക, മനസ്സിനെ ശാന്തമാക്കുക. മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രായോഗിക മാർഗങ്ങളുണ്ടോ? ഉണ്ട്. പുസ്തകം 8 കാര്യങ്ങളോടുള്ള നമ്മുടെ അമിതമായ ആശ്രിതത്വം, അറ്റാച്ച്മെന്റ്സ്, ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനോടുള്ള ആശ്രിതത്വം, അല്ലെങ്കിൽ പണത്തോടുള്ള ആശ്രിതത്വം. നമ്മുടെ പ്രതീക്ഷകൾ, ഭൂതകാലം, ലക്ഷ്യങ്ങൾ, ഇവയിലൊക്കെ നമ്മൾ അമിതമായി ആശ്രയിക്കുമ്പോൾ അവ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. കാരണം ഇവയൊന്നും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഇവയെ വിട്ടുകളയാൻ പഠിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യം നൽകും. അതിൽ പറയുന്നൊരാശയം എന്നെ വല്ലാതെ ആകർഷിച്ചു. നാളെ മരിക്കുമെന്ന ചിന്തയോടെ ജീവിക്കുക, എന്നാൽ എന്നേക്കും ജീവിക്കുമെന്ന മട്ടിൽ തയ്യാറെടുക്കുക. ലിവ് ആസ് ഇഫ് യു വർ ടു ഡൈ ടുമോറോ, ലേൺ ആസ് ഇഫ് യു വർ ടു ലിവ് ഫോർ എവർ. ഇതൊരു വൈരുദ്ധ്യം പോലെയുണ്ടല്ലോ. ഒറ്റനോട്ടത്തിൽ അതെ, പക്ഷെ അതിലൊരു ആഴമുണ്ട്. നിങ്ങൾ നാളെ മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അനാവശ്യമായ ഭയങ്ങളും ആശങ്കകളും അപ്രത്യക്ഷമാകും. ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അത് നിങ്ങൾക്കൊരുതരം ഓർജൻസി നൽകും. അതേസമയം എന്നേക്കും ജീവിക്കുമെന്ന് കരുതി പഠിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിരന്തരമായ വളർച്ചയിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് നിങ്ങൾക്കൊരു ലോങ് ടേം വിഷൻ നൽകും. ഈ രണ്ടും ചേരുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അസാധാരണമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള വഴി പുറത്തൊരുപാട് കഷ്ടപ്പെടുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലെ ഈ ലോകത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൽ നിന്ന് ലഭിക്കുന്ന മനസ്സമാധാനമാണ് യഥാർത്ഥ വിജയമെന്ന് നമ്മൾ വിജയത്തെ പുനർനിർവചിക്കണം. അതെ, പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യം സമ്മർദ്ദഘട്ടങ്ങളിലെ സമചിത്തത, പോയിസ് അണ്ടർ പ്രഷർ. അത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അത് പരിശീലിച്ചെടുക്കാവുന്ന ഒരു കഴിവാണ്. വ്യക്തമായ കാഴ്ചപ്പാട്, പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രകടനവുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നിവയിലൂടെ ആർക്കും ഇത് നേടാനാകും. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം നിങ്ങൾ ആരാണെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കായിക താരത്തിന്റെ ഐഡന്റിറ്റി ഒരു മെഡലിൽ ഒതുങ്ങരുത്. അത് അവന്റെ കഠിനാധ്വാനം, അച്ചടക്കം, സഹതാരങ്ങളോടുള്ള സ്നേഹം എന്നിവയിലായിരിക്കണം. ശരിയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി പുറമേയുള്ള ഒന്നിനെയും ആശ്രയിച്ചായിരിക്കരുത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പുസ്തകത്തിലെ ഒരു ആശയം കൂടി പങ്കുവയ്ക്കാനുണ്ട്. അത് ഇടയ്ക്കുള്ള നിമിഷങ്ങളെക്കുറിച്ചാണ്. ദ ഇൻ ബിറ്റ്വീൻ മൊമെന്റ്സ്. ജോലിക്ക് പോകുന്ന വഴി, ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ. നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കെത്താൻ വേണ്ടി ഈ നിമിഷങ്ങളെ തിടുക്കത്തിൽ തള്ളി നീക്കുകയാണ് പതിവ്. ഒരു പക്ഷേ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാനുള്ള യഥാർത്ഥ പരിശീലനം നടക്കുന്നത് ആ വലിയ നിമിഷങ്ങളിലല്ല,
മറിച്ച് ഈ ചെറിയ ദൈനംദിന നിമിഷങ്ങളെ നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണെങ്കിലോ, നിങ്ങളുടെ അടുത്ത യാത്ര അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തവണ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ അതിനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു പരിശീലനമായി കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.